എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യൂ, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യൂ, അതിൽ മുകളിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യൂ. ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ വളരെ പെട്ടെന്ന് കാണാൻ പറ്റുന്നതായിരിക്കും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ 4ാമത്തെ ക്ലാസ് ആണ്. 4ാമത്തെ ക്ലാസ് ഞാൻ 3ാമത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാല് കുത്തിയിട്ട് എങ്ങനെയാ മുമ്പോട്ട് പോവാന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് കുറച്ച് കാലെടുത്ത് മുകളിലോട്ട് വെച്ച് പഠിക്കണം. അപ്പോൾ അത് ഏത് രീതിയിലാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് ഇപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് എക്സലേറ്റർ കൊടുക്കുക, പിന്നെ ബ്രേക്ക് പിടിക്കുക. നമ്മൾ കാല് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പോവുക ഈ രീതിയിൽ. പിന്നെ ഈ രീതിയിൽ പോയിട്ട് നല്ല പ്രാക്ടീസ് ആയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാലെടുത്ത് മുകളിലോട്ട് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരു കാല് മുകളിലോട്ട് വെച്ചിട്ട് മുകളിലോട്ട് വെക്കുക, ഇങ്ങനെ ഓടിക്കാൻ പറ്റും നോക്കാം. പിന്നെ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കാല് താഴോട്ട് ഇടാം. പിന്നെ രണ്ടാമത് നമ്മൾ ഓടിക്കുമ്പോൾ കാലിങ്ങനെ വെക്കുക, കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ താഴോട്ട് ഇടാം. ബ്രേക്കിൽ ഇതുപോലെ കൈ എപ്പോഴും കറക്റ്റ് പിടിക്കാൻ വേണ്ടി റെഡിയായി പിടിച്ചു നിൽക്കുക. എന്നിട്ട് ആക്സിലേറ്റർ ചെറുങ്ങനെ കൊടുക്കുക. ഇങ്ങനെ കുറച്ച് സ്പീഡാക്കുക. വണ്ടി സ്ലോ ഉണ്ടെങ്കിൽ കാലെടുത്ത് മുകളിലോട്ട് വെക്കാൻ പറ്റില്ല. സ്പീഡിലെടുക്കുക, കാലെടുത്ത് ഇങ്ങനെ മുകളിലോട്ട് വെക്കുക. എന്നിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ കാല് താഴോട്ടിടാം. അതേപോലെ കണ്ടിന്യൂ ചെയ്യുക. കാലിങ്ങനെ എടുത്ത് മുകളിലോട്ട് വെക്കുക. പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കാലിങ്ങനെ താഴോട്ടിടും. പിന്നെ ഇങ്ങനെ പോവുക, എന്നിട്ട് മുകളിലോട്ട് വെക്കുക. വണ്ടി ഇങ്ങനെ പിടിക്കുക. കുത്തിക്കൊല്ലോ. മനസ്സിലായല്ലോ ചെയ്യേണ്ട രീതി എങ്ങനെയാന്ന് മനസ്സിലായല്ലോ. ഇതിപ്പോ ഞാൻ പഠിച്ചതുകൊണ്ട് എനിക്ക് ചെയ്യുമ്പോൾ കുറച്ച് പാടാണ്. എന്ന് വെച്ചാൽ എനിക്ക് വേഗം കാലെടുത്ത് മുകളിലോട്ട് വെക്കാൻ തോന്നുന്നു. പക്ഷെ നിങ്ങൾ പഠിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാവും. എന്നാലും നിങ്ങൾ പഠിക്കുക. മുമ്പോട്ട് ഇതേ രീതിയിൽ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പഠിക്കാൻ പറ്റും. പഠിക്കണമെങ്കിൽ കുറച്ച് ദിവസം വേണ്ടി വരും. നിങ്ങൾ ഒരു മണിക്കൂർ ടൈം നിങ്ങൾക്ക് ഈ ക്ലാസ്സിന് വേണ്ടി നിങ്ങൾ സ്കൂട്ടി പഠിക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏകദേശം നിങ്ങൾക്ക് ഒരു 4-5 ദിവസമൊക്കെ വേണ്ടി വരും ഇങ്ങനെ കാലെടുത്ത് മുകളിലോട്ട് വെക്കാനായിട്ട്. പക്ഷെ ഞാൻ ചിലപ്പം അതിന് മുമ്പായിട്ട് വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരു 4 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾ ഇതേപോലെ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഗ്രൗണ്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നതാണ് നല്ലത്. വഴിയിൽ വേണ്ട, ഗ്രൗണ്ടിൽ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ അത് മാത്രമല്ല, വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. നിങ്ങൾ ഇപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നേരെ സ്ട്രെയിറ്റ് പോയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് തിരിച്ചിട്ട് ഇങ്ങോട്ട് വരാം. പക്ഷെ അങ്ങനെ ഇനി ഈ ക്ലാസ് ഇപ്പോ ഞാൻ ഇന്ന് പറഞ്ഞു കൊടുത്ത ക്ലാസ് നിങ്ങൾ ചെയ്യുമ്പോൾ റൗണ്ടിൽ പോവാം. സ്ട്രെയിറ്റ് പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒരു വലിയൊരു ഗ്രൗണ്ട് ആണെങ്കിൽ റൗണ്ടിൽ പഠിക്കുക. പിന്നെ റോഡാണെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ഇങ്ങനെ പഠിച്ചാൽ മതി. പക്ഷെ ഗ്രൗണ്ട് ആണെങ്കിൽ നിങ്ങൾ ചെറിയ റൗണ്ട് ആക്കരുത്, എന്ന് വെച്ചാൽ പെട്ടെന്ന് വീഴും. അപ്പോൾ വലിയൊരു റൗണ്ടിൽ ആ ഒരു അറ്റത്താണ് വലിയൊരു റൗണ്ടിലായിട്ട് നിങ്ങൾ പഠിക്കുക. അപ്പൊ ആ രീതിയിൽ പോയി പഠിക്കാം. കാല് മുകളിലോട്ട് വെക്കാൻ ശ്രമിക്കുക. ഫസ്റ്റ് ഒരു കാലം എടുത്ത് വെക്കാൻ നോക്കാം. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കാല് വെച്ചിട്ട് ആക്സിലേറ്റർ നല്ലോണം കൊടുക്കരുത്, കുറച്ച് കൊടുക്കരുത്, മീഡിയം സൈസ് ആ രീതിയിൽ കൊടുത്തിട്ട് മുന്നോട്ട് പോവുക. അപ്പൊ ഞാൻ പറഞ്ഞ ഈ കാര്യവും ഞാൻ കാണിച്ചിട്ടുള്ള ഈ വീഡിയോസിൽ കാണിച്ചിട്ടുള്ള രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ വേറൊന്നും പറയാനില്ല, എപ്പോഴും പതിവ് പറയുന്ന പോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ അത് മാത്രമല്ല, ഒന്ന് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ഇത് വെറും സബ്സ്ക്രൈബ് ചെയ്ത് പോരാ, തൊട്ടടുത്തുള്ള ഒന്ന് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും, അങ്ങനെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.